രാജ്യത്തെ ആദ്യത്തെ ടെസ്ല ഷോറൂം മുംബൈയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ് ഷോറൂം. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് ട്രേഡ് സർട്ടിഫിക്കറ്റ് കൈമാറും. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈ ടെസ്ല ഷോറൂമിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ഈ ടെസ്ലയുടെ ആദ്യ ഷോറൂമാണല്ലോ ഇത്. ടെസ്ല കാറുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും എന്നുള്ളത് ഒരു സൂചനയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുള്ള സാധ്യതയില്ല എന്നാണ് വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN ഏതാണ്ട് 9:30 ഈ ഉദ്ഘാടന പരിപാടികൾ നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ബാന്ദ്രയിലെ BKC ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ്. ഇവിടെയാണ് ടെസ്ലയുടെ ഈ പുതിയ ഷോറൂം. നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യമായി മുംബൈയിലെ ടെസ്ല ഷോറൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ എത്തിക്കുകയാണ്. ആപ്പിൾ സ്റ്റോർ, ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ആപ്പിൾ സ്റ്റോർ ഉള്ളത്. അതിനോട് ചേർന്നുകൊണ്ടാണ് ഈ ടെസ്ലയുടെ ഈ ഷോറൂം ഉള്ളത്. ഇവിടെ ഇപ്പോൾ എനിക്ക് ദൃശ്യങ്ങളിൽ 2 കാറുകളാണ് ഈ ഷോറൂമിൽ ഇപ്പോൾ നേരിട്ട് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ Y മോഡലായിരിക്കും ഇന്ന് ഇവിടെ അവതരിപ്പിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാറുകൾ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താണ് ഈ ഷോറൂമിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ഏതാണ്ട് വില 27 ലക്ഷം രൂപയാണ് അതിൻ്റെ ബേസ് വില. അത് പക്ഷേ നികുതി കൂടി ചേരുമ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തിനും മുകളിലെത്താനുള്ള സാധ്യതയുണ്ട്. 70% നികുതി ഈ കാറുകൾക്ക് മുകളിൽ ചുമത്തുന്നത്. അതുകൊണ്ട് 50 ലക്ഷത്തോളം വിലയുള്ള കാറുകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് എത്തുന്നത്. Y മോഡൽ കാറുകളാണ്. ഇന്ത്യയിൽ ഏതായാലും ടെസ്ലയുടെ ഉൽപ്പാദനം നിലവിലില്ല. പല ഘട്ടങ്ങളിൽ അതിനുള്ള സമ്മർദ്ദം ഇന്ത്യ ഗവൺമെൻറ് ടെസ്ലയ്ക്ക് മുകളിൽ ഉയർത്തിയിരുന്നു. ഏതാണ്ട് ഈ ഇന്ത്യയിൽ ഉൽപ്പാദനം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ 4000 കോടിയിലധികം രൂപ ഇന്ത്യയിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങുകയാണെങ്കിൽ നികുതി ഇനത്തിൽ വലിയ കുറവ്, ഏതാണ്ട് 15% എന്ന കുറഞ്ഞ നികുതി നിരക്ക് നിങ്ങൾക്ക് മുകളിൽ ചുമത്താം എന്ന് ഇന്ത്യ ഗവൺമെൻറ് അറിയിച്ചതാണ്. പക്ഷേ അതിന് ടെസ്ല ആ ഘട്ടത്തിൽ തയ്യാറായില്ല. അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അടക്കം ഇടപെടൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഉൽപ്പാദന കേന്ദ്രം തുടങ്ങുന്നതിനോട് ട്രംപിനുള്ള എതിർപ്പ് അത് ആ ഘട്ടത്തിൽ എലോൺ മസ്കും ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇന്ത്യയിൽ ഏതായാലും ഒരു ഉൽപ്പാദന കേന്ദ്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ വിൽപ്പന ഇപ്പോൾ തുടങ്ങുകയാണ്. 2016 ടെസ്ല കാറുകളുടെ പ്രീ ഓർഡർ ഈ ടെസ്ല കമ്പനി ഇന്ത്യയിൽ നിന്നടക്കം സ്വീകരിച്ചിരുന്നു. അമേരിക്കയ്ക്ക് പുറത്തുള്ള വിപണികളിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് ഈ കാറിൻ്റെ വിൽപ്പന ഈ ഡെലിവറി സ്വീകരിച്ചെങ്കിലും ഈ പണം സ്വീകരിച്ചെങ്കിലും അത് നൽകാൻ കഴിഞ്ഞില്ല. പിന്നീട് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ റീഫണ്ട് ഇന്ത്യയിലടക്കമുള്ള ബുക്ക് ചെയ്ത ആളുകൾക്ക് നൽകുകയും ചെയ്തത്. ഏതാണ്ട് ഇപ്പോൾ ഈ ടെസ്ല ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. 9:30 ദേവേന്ദ്ര ഫഡ്നാവിസ് ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് നൽകുകയും ചെയ്യും. SKN. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.